അല്ലേ ഒരു കോയുണ്ട് ഒരു പെണ്ണുങ്ങളുണ്ട്. ആരെ വിളിക്കണം ആദ്യം പെൺകുട്ടിയെ വിളിക്കൂ, ഇല്ലെങ്കിൽ ആകെ മൂഡ് ഔട്ട് ആവും. എനിക്ക് മനസ്സിലായി. അതെ ആ പെണ്ണുങ്ങളവിടെ തടിച്ച പെണ്ണുങ്ങൾ അങ്ങോട്ട് വരും. ബാക്കിയുള്ള നിൽക്കിട്ടോ. അവര് പോയിട്ട് പറ്റേട്ടാ, എന്നിട്ട് നമുക്ക് കയറാം. എന്താ പേര്? അമ്മിണി. അമ്മിണിക്ക് എന്ത് പറ്റി? പട്ടി കടിച്ചു. പട്ടി കടിച്ചു? എവിടെ? കാലില്. ആണോ? എത്ര എണ്ണുണ്ട്? ഇവിടെ അല്ല, അമ്മിണിയുടെ കാലില്. അപ്പൊ അമ്മിണി ആരാ? എന്റെ ആടാ. ശരി, എപ്പോഴാ കടിച്ചത്? ഇന്ന് രാവിലെ. ഈ നാടൻ പട്ടിയാണോ അതോ വീട്ടിൽ വളർത്തുന്ന പട്ടിയാണോ? അങ്ങനെ ആ സമയത്ത് ഉറങ്ങായിരുന്നു. ആര്? എന്റെ ഭർത്താവ്. അതല്ല, വീട്ടിൽ വളർത്തുന്ന പട്ടിയാണോ കടിച്ചത്? അല്ല, തെരുവ് പട്ടികളാ. ഇപ്പം നിരന്ന് കടിക്കാണല്ലോ സാർ. അതെ 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 അതെ. എഴുതി തരൂ കേട്ടോ, പേടിക്കണ്ട, കാര്യമൊന്നും വേണ്ട. ഇനല്ലേ ഡോക്ടർമാരിവിടെ. ഞാൻ കുറച്ച് ഗുളികകൾ എഴുതുന്നുണ്ട് കേട്ടോ. ഒരു 10 തരം ഗുളികയുണ്ട്. അത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മെഡിക്കൽ സ്റ്റോറില്ലേ, അവിടുന്ന് വാങ്ങിച്ചോളൂ കേട്ടോ. ഇവിടുന്ന് തരൂലേ? ഇവിടെ സ്റ്റോക്കില്ല സാധനം. ഇവിടെ ഗുളിക ഇല്ലല്ലോ, ഇവിടെ ഗുളികകളേ ഇല്ല. അല്ല, ഡോക്ടർ വന്ന് നോക്കണില്ലേ? എന്തിന്? പട്ടി കടിച്ചതല്ലേ? അത് നോക്കേണ്ട കാര്യമില്ല. അല്ല, വലിയ മുറിവുണ്ട്. അതെ, അതിന് ഓയിൻമെന്റിന് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് മുറിവുള്ള ഭാഗത്ത് ആ ഓയിൻമെന്റ് നന്നായിട്ട് തേക്കുക, എന്നിട്ട് ഒരു കെട്ട് കെട്ടിയാൽ മതി. പിന്നെ ആ പറയുന്ന ഗുളികൾ ഇടയ്ക്ക് ഇങ്ങനെ കൊടുത്തോളൂ. ആ ഗുളിക കഞ്ഞിവെള്ളത്തിൽ കലക്കിയിട്ട് കൊടുത്താൽ മതി, കുടിച്ചോളൂ. അതിൽ ആദ്യം എഴുതിയ ഗുളിക ഉണ്ടല്ലോ, അത് ഇപ്പോഴേ കൊടുക്കണം. എന്നിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ. പുറത്തു നിന്നോളൂ. അടുത്ത ആളെ വിളിച്ചാലോ? വിളിക്കേ. അടുത്ത ആള് കുറച്ച് സ്ട്രോങ് ആട്ടോ. ആണോ? എന്നാ കണ്ണട വയ്ക്കാം. അതെ, ആ തലയെ കെട്ട് കെട്ടിയ ആളും കൊണ്ട് പോരി. ആ തലയെ കെട്ട് കെട്ടിയ ആളും കൊണ്ട് വരും. അതെ, നിങ്ങളെന്ത് ഈ തലയെക്കെട്ട് കെട്ടിയ ആളുങ്ങട് പോരി, തലയെക്കെട്ട് കെട്ടിയ ആളുങ്ങട് പോരി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തൊക്കെ സാരി കൊടുത്ത അമ്മ അങ്ങോട്ട് പോരി, ഷർട്ട് ടച്ച് അങ്ങോട്ട് പോരി എന്നാ പറയുന്നത്. അത് ശരിയല്ല, എൻ്റെ പേര് കോയാന്നാണ്. അത് അറിയില്ല അച്ഛാ, ചോദിക്കാം. കോയക്ക് എന്താ പറയാ പറഞ്ഞു. ഞാൻ പറഞ്ഞോണ്ട് ഡോക്ടർ ഇതല്ലേ. എന്താ പ്രശ്നം? സാർ, എൻ്റെ പശുവിന് കുറെ ദിവസങ്ങളായിട്ടൊരു സുഖമില്ല, സ്വസ്ഥത ഇല്ല അതിന്. ശരി. അപ്പൊ എന്തൊരു സാധനം നമ്മളങ്ങോട്ട് തിന്നാട്ട് കൊടുത്താലും ഞാൻ അതിന് വിശേഷമുണ്ട്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്താന്ന് അറിയില്ല, അതിന് വല്ലാത്തൊരു അസ്വസ്ഥത ഡോക്ടർ. എന്താ അസ്വസ്ഥത? അല്ല, എന്താ വെച്ചാൽ ഇതിങ്ങനെ തൂങ്ങി ഇങ്ങനെ നിക്ക. നമ്മൾ എന്തൊന്നും അങ്ങോട്ട് ഇട്ട് കൊടുത്താലും ഇങ്ങനെ ഇത് വരെ അങ്ങോട്ട് വന്നിട്ട് പിന്നെ അങ്ങനെ നോക്കും, ഒന്നും തിന്നണില്ല. ആദ്യമൊക്കെ നല്ല ഉഷാറായിട്ട് എന്റെ കുട്ടി ഇങ്ങനെ ഇങ്ങനെ കരഞ്ഞായിരുന്നാ. ഇപ്പൊ ഇങ്ങനെ ജലദോഷം പിടിച്ചാ. പക്ഷെ ഇത് ജലദോഷത്തിന്റെ അല്ല. എന്താ വെച്ചാൽ ഈ ഗർഭം കൂടി വരുമ്പോ സ്വാഭാവികമായിട്ടും ഈ പശുക്കൾക്ക് അങ്ങനെ ഒരു അസ്വസ്ഥത അവർ കാണിക്കും. എന്താ അതേമാതിരിക്ക് കുളമ്പ് ഇങ്ങനെ അതിന് എന്തോ ഒരു ഇടങ്ങറുമാരി ഇങ്ങനെ എപ്പോഴും കാലുകൊണ്ട് ഇങ്ങനെ അങ്ങനെ 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 ആക്കുക. അതുപോലെ ഈ ചാണകട്ട് ചാണകം ആവശ്യത്തിനുള്ള ചാണകം ഉണ്ട്. എന്താ ആവശ്യം ഉണ്ടോ? നന്നായിട്ട് പോകുന്നുണ്ടോ? വെള്ളം പോലെയാണോ കട്ടിയിലാണോന്നാ ചോദിക്കണേ. അത് ഇങ്ങനെ തന്നെ ഈ പറഞ്ഞ മാതിരി വയറിന് സുഖമില്ലാണ്ടാവുമ്പോ ഉണ്ടാവില്ലേ. പറഞ്ഞ ഇത് വെച്ചിട്ട് ഞാൻ ഗുളികയ്ക്ക് എഴുതുന്നുണ്ട്, ആ ഗുളിക വാങ്ങിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇല്ല, പുറത്ത് മാറ്റല്ലേ? അല്ലല്ലേ, ഇവിടെ ഉണ്ടെങ്കിൽ തന്നോളി. സ്റ്റോക്കില്ലേ ഇവിടെ? അല്ല സാറേ, ഔട്ട് ഓഫ് സ്റ്റോക്കാ. ഒരു കാര്യം ചെയ്യേ, ഇതിലൊരു 10 തരം ഗുളിക എഴുതിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ മെഡിക്കൽ സ്റ്റോർ. അതാ നേരെ നോക്കിയാൽ കാണില്ലേ, ആ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. വേറെ ഒരു മെഡിക്കൽ സ്റ്റോറിലും കിട്ടില്ല. വേറെ എവിടെയും ചോദിക്കണം. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നാളെ ആയിക്കോട്ടെ. നിങ്ങള് ഒന്ന് നോക്കിയാ പശുവിനൊരു സമാനം ഇന്ന ഡോക്ടർ നോക്കിന്ന് അതിന് തോന്നൂലോ. എന്നാ ശരി. പിന്നെ എന്റെ പേര് തലക്കെട്ട് നല്ല കോയാന്നാണ്. വയസ്സായ ആൾക്കാരുടെ അടുത്തൊരു ഇത്തിരി മര്യാദ കാണിച്ചാൽ മരിച്ചൊക്കെ പോകണ്ടല്ലേ.
അപ്പൊ തലേ കെട്ടിട്ട് ആള് പോയി ഇനി അടുത്ത ആള് പോരെ. അന്നോട് പറഞ്ഞല്ലോ ചങ്ങായി ഞാൻ ഈന്റെ തലക്കെട്ട് വിളിക്കരുതെന്ന്. എന്താ ഈ ഉദ്ദേശിക്കണേ? ഇതൊന്ന് വിളിച്ചോക്ക് പോയാ എനിക്ക് പറയാൻ കിട്ടും. നോക്കട്ടെ പോയാ വിളിക്ക്. പോയാ ആ അല്ലേ വിളിച്ചാ മതി. എന്താ അത്?